രണ്ട് പാർട്ടി സഖാക്കൾ, അതും പിണറായി വിജയനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്നവർ. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും പത്തനംതിട്ടയിലെ പാർട്ടിയുടെ മുഖവുമായ പത്മകുമാറാണ് സ്വർണ്ണക്കൊള്ളയിലെ ആസൂത്രകൻ എന്നാണ് SIT-യുടെ കണ്ടെത്തൽ. തട്ടിപ്പിന്റെ ഭാണ്ഡവുമായി പോറ്റി പടികയറി വന്നത് ഒറ്റയ്ക്കല്ലെന്ന കണ്ടെത്തലാണ് ഒടുവിൽ പത്മകുമാറിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലാണ് പിണറായി സർക്കാരിലെ രണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാർ സ്വർണ്ണക്കൊള്ളയിൽ ഇരുമ്പഴിക്കുള്ളിലാകുന്നത്. അറസ്റ്റിനുശേഷം വാസു നല്ലവൻ എന്നായിരുന്നു മുൻമന്ത്രി കടകംപള്ളിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്. താൻ വന്ന കാലം മുതൽ കണ്ടത് ചെമ്പുപാളി എന്ന പത്മകുമാറിന്റെ മുൻവാക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. പാളി ചെമ്പാക്കുന്നതിൽ പോറ്റിയുമൊത്തുള്ള ഗൂഢാലോചന മുതൽ ലാഭം പങ്കുവയ്ക്കുന്നതിൽ വരെ പത്മകുമാറിന് പങ്കുണ്ടെന്നാണ് SIT കണ്ടെത്തൽ. ഗൂഢാലോചനയ്ക്ക് വേദിയായത് പത്മകുമാറിന്റെ വീടാണെന്ന നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. ചെമ്പെന്ന് രേഖപ്പെടുത്താനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയതും സഖാവ് പത്മകുമാർ തന്നെ. 4 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ SIT-ക്ക് പത്മകുമാറിന്റെ മുകളിലേക്കും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? അറസ്റ്റിലാകുന്നവർ കുറ്റാരോപിതർ മാത്രമെന്ന പാർട്ടി സെക്രട്ടറിയുടെ ക്യാപ്സൂൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഗുണം ചെയ്യും? വികസന വിരോധികളായ പ്രതിപക്ഷത്തിന്റെ കൂരമ്പുകൾ തടയാൻ ആവനാഴിയിൽ ഇനി എന്തുണ്ടായുധം? ആഗോള അയ്യപ്പ സംഗമം നടത്തിയും വെള്ളാപ്പള്ളിയുടെ വർഗീയതയ്ക്ക് കുടപിടിച്ചും ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള പാർട്ടി തന്ത്രങ്ങൾ സ്വർണ്ണപ്പാളിയിൽ പാളുകയാണോ? പാർട്ടി പെട്ടോ എന്നതാണ് ചോദ്യം.